പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 15, ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് മാസം 14 തീയതി ഡൽഹി ബിർള മന്ദിരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് വിട പറഞ്ഞു. മൗലാന ആസാദും മഹാത്മാഗാന്ധിയും ജിന്ന സാഹിബും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്കിരയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അശ്രാന്ത പരിശ്രമം, സമരങ്ങൾ, പീഡനങ്ങൾ സഹിച്ചത്, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ കഷ്ടപ്പാട് എല്ലാത്തിനും അറുതി വരുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് വിട പറഞ്ഞു. ചോദ്യം: ആർക്കാ സ്വാതന്ത്ര്യം കിട്ടിയത്? വരേണ്യവർഗത്തിനോ? സവർണ അവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്നു ഇന്ന് ഇന്ത്യയിലും. കോർപ്പറേറ്റുകൾ കോടികൾ സമ്പാദിച്ച് വലിച്ചു വാരി കൂട്ടുമ്പോൾ 46 കോടി ജനം വരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ടവന് വീടില്ല. 18 കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനത്തിന് ഒരു നേരം കഴിക്കാൻ ഭക്ഷണമില്ല. ആർക്കാ സ്വാതന്ത്ര്യം കിട്ടിയത്? എല്ലാവർക്കും ആരാധിക സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ടോ? എന്തുകൊണ്ട് പാവപ്പെട്ടവൻ തെരുവിൽ അടിച്ചമർത്തപ്പെടുന്നു? സ്വാതന്ത്ര്യം വിമോചനത്തിന്റെ ദൈവശാസ്ത്രമാണെങ്കിൽ അതെല്ലാവർക്കും ലഭിക്കണ്ടേ? ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് പോയി. പക്ഷെ ബ്രിട്ടീഷുകാരന്റെ കയ്യിലുണ്ടായിരുന്ന പിശാചിനെ അവൻ ഇന്ത്യയിൽ തുറന്നു വിട്ടിട്ടാ പോയത്. പരസ്പരം തല്ലിച്ചാകാൻ, അതായത് പിരിച്ച് ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ചിട്ട് ഭരിക്കുക. ഇവിടെ രാഷ്ട്രീയ, മത, ജാതീയ, വംശീയ കൂട്ടുകെട്ടുകൾ കലക്കവെള്ളത്തിനകത്ത് മീൻ പിടിക്കുന്നതാണ് ഇവിടുത്തെ വോട്ട് രാഷ്ട്രീയം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് ശരിയായ അർത്ഥം എന്താ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അനാശാസ്ത്രത്തിൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടണം. ഇന്നത്തെ തലമുറ സകല പാപത്തിന് അടിമത്വത്തിലല്ലേ? ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുവാനയും കഞ്ചാവും MDMA തുടങ്ങിയ എല്ലാ മയക്കുമരുന്നുകൾക്ക് അവൻ അടിമയായി. ജയിലുകൾ കുറ്റവാളികളെ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെടുമ്പോൾ, പത്രവാർത്തകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ മുഴുവൻ തകർച്ചയുടെ കഥ പറയുമ്പോൾ, കുടുംബ കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, സ്വാതന്ത്ര്യം ഈ ഓഗസ്റ്റ് 15 ആഘോഷിക്കുകയാണോ? അതോ നമ്മൾ പലരും ഹൃദയത്തിനകത്ത് തേങ്ങുകയാണോ എന്നൊരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുക. ഞാൻ പറഞ്ഞങ്ങനെ അവസാനിപ്പിക്കാം. കാൽവറിയുടെ കുലമരത്തിൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിക്ക് നൽകിയ സ്വാതന്ത്ര്യം, അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യന് കിട്ടിയ സ്വാതന്ത്ര്യമല്ല. പൈശാചിക അടിമത്വത്തിൽ നിന്ന്, മനുഷ്യനെ കാർന്നു തിന്നുന്ന അസാൻമാർഗികത, അശ്ലീലങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ മസ്തിഷ്കത്തെ കുത്തി നിറയ്ക്കുന്ന മലിനമായ പാപങ്ങളിൽ നിന്ന് മനുഷ്യന് ദൈവം കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അതിലേക്ക് വരണം. അതിന് നല്ലൊരു ദൈവവിശ്വാസിയാകണം, അതിന് പ്രാർത്ഥനാ മനുഷ്യനാകണം, അതിന് ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ തയ്യാറാണ്. ഈ ഓഗസ്റ്റ് 15 നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമാകണമെങ്കിൽ ക്രിസ്തുവിലൂടെ ലഭിച്ച വിമോചന ദൈവശാസ്ത്രത്തിൽ വിശ്വസിക്കുവാൻ, വലിയവനാരം തെളിയിക്കുവാൻ മറ്റുള്ളവരുടെ കാല് കഴുകി മാതൃക കാട്ടിയ, തന്നെ ഉഴവ് ചാല് പോലെ ശരീരം മുഴുവൻ കീറി മുറിച്ചവരോട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് വരിക. അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. യോഹന്നാൻ 8:32 ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രൻ ആകും. God bless you.